ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ പോട്ട്ലി ബട്ടൻ്റെ പാറ്റേണുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ ഞാനൊരു ഗിവ് അവേ അനൗൺസ് ചെയ്തിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആ വീഡിയോ ഒന്ന് പോയി കാണുക, ഗിവ് അവേയിൽ പങ്കെടുക്കുക. ഇനി നമ്മളിതാ ഇതുപോലെയുള്ള പോട്ട്ലി ബട്ടൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പല സൈസ് തെർമോക്കോൾ ബോൾസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഈ ബോൾസ് ഇല്ല എങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ ബട്ടൺ ചെയ്തെടുക്കുന്ന മെത്തേഡ് കാണിച്ചു തരാം. എന്നിട്ടത് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബട്ടൺ ചെയ്തെടുക്കാനായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മൾ ഏത് മെറ്റീരിയലാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോൾ, ഇത് പല സൈസ് കിട്ടും, എല്ലാ ബട്ടണുകളും ഒരേ സൈസിലുള്ള ബോൾ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ബോൾ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് കവർ ചെയ്തെടുത്തിട്ട് ഈ ഒരു ഭാഗം നമ്മൾ നൂലുപയോഗിച്ച് ചുറ്റിക്കെട്ടിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബോൾ കിട്ടാനില്ല എങ്കിൽ കൂടി വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് അതുപോലെ തന്നെ ഒരേ സൈസിലുള്ള കുറച്ച് തുണികൾ ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. ഒരേ സൈസിലുള്ള തുണികൾ തന്നെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോൾ വലുതും ചെറുതുമായി പോകും. അതിനുശേഷം ഒരു പീസ് എടുക്കുക, ഇതുപോലെ സ്ക്വയർ പീസ് എടുക്കുക. ഈ ഒരു തുണി, ഒരേ സൈസിലുള്ള ഈ ഒരു തുണി ഇതുപോലെ ചുരുട്ടിയിട്ട് ഈ ബോളിന് പകരം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ? ഇതിപ്പോൾ എന്നിട്ട് നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇതുപോലെ ഒരു നൂല് വെച്ചിട്ട്, ഈ നൂല് ഞാൻ വട്ടം മടക്കിയിരിക്കുകയാണ്, ഈ നൂല് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ചുറ്റിക്കെട്ടിയെടുക്കുക. കണ്ടോ? നല്ല ടൈറ്റായിട്ട് ചുറ്റിക്കെട്ടണം. ഇപ്പം നിങ്ങളുടെ ബോള് കണ്ടോ, ഇത് വലിയ ബോളാണ്. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ സൈസ് ബോൾ മതിയെന്നുണ്ടെങ്കിൽ ഈ തുണി, ഈ ഉള്ളിൽ വെക്കുന്ന തുണി കട്ട് ചെയ്ത് ചെറുതാക്കുക. അപ്പോൾ ഈ ബോള് എല്ലാം ഒരേ സൈസിലിരിക്കണം. നമ്മൾ ഉള്ളിൽ വെക്കുന്ന തുണി എങ്ങനെ വന്നാലും ഒരേ സൈസ് തന്നെ ആയിരിക്കണം, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും. ഇതുപോലെ ഒന്ന് കെട്ടിയാൽ നമുക്ക് നമ്മുടെ ബട്ടൺ റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് നമ്മൾ ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന നൂല് കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ബട്ടണുകളാണ് ഇതുപോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ബട്ടണുകളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗമാണിത്. അപ്പോൾ ഞാൻ നേരത്തെ ലൈനിങ് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടാണ് ടോപ്പിൻ്റെ നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ് മെറ്റീരിയലിൽ നെക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിതൊരു റൗണ്ട് നെക്കാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്ത ശേഷം ഈ തുണിയുടെ നല്ല ഭാഗത്ത് ഈ നെക്ക് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇത് ബോട്ട് നെക്കാണ് കേട്ടോ. ഈ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ തുണി കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറുതായിട്ട് നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചീത്തവശം ഈ ലൈനിങ് മെറ്റീരിയൽ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ മറച്ചെടുക്കുക. ഇതുപോലെ മറച്ചെടുത്ത ശേഷം ഒന്ന് പതിച്ച് ഇതിനെ പറ്റ ചേർത്ത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബട്ടണുകൾ നമുക്ക് ഈ നെക്കിൽ കൊടുക്കുക. അപ്പോൾ എപ്പോഴും ബട്ടന് ബാലൻസ്ഡ് ഇതുപോലെ ഇത്രയുമൊക്കെ വേണം കേട്ടോ. എന്നിട്ടാണിത് നമ്മൾ ഈ നെക്കിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നെക്കിൽ വെച്ച് കൊടുക്കുമ്പോൾ കൃത്യമായ ഡിസ്റ്റൻസിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ ഈ ഒരു ബോളാണെങ്കിൽ നമ്മൾ പ്രസ്സർ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ബോള് അമർന്ന് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇതുപോലെ വിടർന്ന് നല്ല ഭംഗിക്ക് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൃത്യമായ അളവിൽ ഈ സ്റ്റിച്ചിനോട് പറ്റ ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കാണിച്ചു തരാം. ഇത് നമ്മൾ
കൈകൊണ്ട് മെഷീൻ്റെ ഇത് കറക്കി തന്നെ വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ചവിട്ടിയോ അല്ല മോട്ടർ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് സ്പേസിൽ വരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാനും അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ കറക്കി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ള്. അങ്ങനെ ചെയ്താലാണ് ഇത് നല്ല ഫിനിഷിങ്ങിന് വരുള്ളൂ. ഇതിന് ഈ ഫസ്റ്റ് ട്രിപ്പ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന സമയമാണ് ഇതിൻ്റെ ഭംഗിയും വൃത്തിയും തീരുമാനിക്കുന്നത്. ഇതുപോലെ ഓരോന്നും കറക്റ്റ് ഡിസ്റ്റൻസിൽ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഉള്ളിലേക്ക് നിൽക്കുന്ന ആ തുണി ഉണ്ടല്ലോ, അതവിടെ ഇരുന്നോട്ടെ, നമുക്കത് ആവശ്യം വരും. ഇനിയും ഇത് ഫിനിഷിങ് ആയിട്ടില്ല. ഇത് ഫുള്ള് ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് ഇത് ഫിനിഷിങ്ങിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിങ്ങിലാണ് ഞാനിത് ചെയ്തു വരുന്നത്. കാരണം കൂടുതൽ ഇതിന് ഒരു ക്രോസ് പീസ് വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ ഉൾഭാഗം. പക്ഷേ അപ്പോൾ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ദാ ഇതുപോലെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ നമ്മൾ ഇത്രയും പോട്ട്ലി ബട്ടണുകൾ നല്ല ഭംഗിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഫിനിഷിംഗ് ആയിട്ടില്ല. ഇതിൻ്റെ പുറം ഭാഗം നോക്കിയാൽ അറിയാം, എന്താ കണ്ടോ, എല്ലാം ഇതുപോലെ ഇരിക്കുവാണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് വേണം, ഇനി ഇത് കറക്റ്റായിട്ടിരിക്കും. പ്രഷർ ഫുട്ടിൻ്റെ വീതിക്ക് ഇതുവഴി ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ നല്ല കറക്റ്റായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ വേണം കേട്ടോ ഈ ബട്ടൺ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അതാ നമ്മൾ പതിച്ച് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഈ ബാലൻസ് ആയിട്ട് നിൽക്കുന്നതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്കതിൻ്റെ നെക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇതുപോലെ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇത് ഉപകാരപ്പെടുമെന്നുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.